ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു ലോങ് വീഡിയോ ആണ്, ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നാളായി ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഈ മിനി വ്ളോഗ് ഉള്ളതുകൊണ്ട് വേഗം എളുപ്പ പണിക്ക് അതങ്ങോട്ട് ഇട്ട് പോക്കാം കേട്ടോ. ലോങ് വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല. ഞങ്ങൾ 3 ഫാമിലിയും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോയത്. രാവിലെ ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിട്ടാ. പോണ വഴിയിൽ പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് യാത്ര തുടങ്ങി. കുറച്ചങ്ങോട്ട് ചെന്നൊരു പറൂരൊക്കെ എത്തിയപ്പോൾ ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നിട്ടാ. കുറച്ച് പേര് മസാല ദോശ, കുറച്ച് പേര് പൂരി അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു. പിള്ളേരെയൊക്കെ ഫുഡൊക്കെ കഴിപ്പിച്ച് സെറ്റാക്കിയിട്ട് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങിയിട്ടാണ്. ഞങ്ങൾ പോണത് മൂന്നാറിലേക്കാണേ. മൂന്നാറിൽ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എപ്പോൾ പോകുമ്പോഴും ആദ്യമായിട്ട് പോകണ ഒരു ഫീലിങ്സാണ് കേട്ടോ കിട്ടുക. പോകുന്ന വഴിയിൽ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഓരോ കരിക്ക് ജ്യൂസ് കുടിച്ച് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഈ ട്രിപ്പ് പോയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയന് നെക്സ്റ്റ് വീക്ക് ഖത്തറിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ സമയമില്ല. പിന്നെ ഈ 3 പേരും കൂടി ഒരുമിച്ച് കിട്ടാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരാൾ നാട്ടിലുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വേഗമാക്കിയത്. പോണ വഴിയിലെ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലുള്ള കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മക്കൾക്ക് വേണ്ടതൊക്കെ മേടിച്ച് കൊടുത്ത് പിന്നെ ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ കാണുന്ന സമയത്ത് ഞങ്ങൾ വണ്ടിയൊക്കെ സ്ലോ ആക്കിയിട്ട് വേണ്ട ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ എടുത്തിട്ടാണ്. വീഡിയോസുകളൊക്കെ എടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ട്. അത്രയും നല്ല, ഒന്നും വിടാൻ തോന്നിയില്ല. പക്ഷേ എല്ലാം കൂടി ഇതാക്കിയ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് മക്കളെയൊക്കെ റെഡിയാക്കി ഇരുത്തിയിട്ടാണ്. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, നെയ്ച്ചോറും ബീഫും. അപ്പോൾ നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ അവിടെ മക്കളെയൊക്കെ ഇരുത്തി ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ലൊരു അന്തരീക്ഷം കൂടി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ മക്കളുടെ കുറച്ച് ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. ഇതുപോലെ നല്ല മലകളും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. യാത്ര തന്നെ ഒരു വേറെ. പിന്നെ അങ്ങോട്ട് നമ്മൾ പോകും തോറും നല്ല തണുപ്പും തുടങ്ങി. പിന്നെ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ നല്ല കോടയായി തുടങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എത്ര വീഡിയോസ് എടുത്തിട്ടും മതിയാവനുണ്ടായില്ല. അത്രയും വീഡിയോസുകൾ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഒന്നും വിടാൻ പറ്റാത്ത കാഴ്ചകളായിരുന്നു. നമ്മൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളെല്ലാം മറന്ന് മനസ്സൊക്കെ ഫ്രീ ആയി എന്ന് തന്നെ പറയാം. നല്ല കോടയും തുടങ്ങിയിട്ടാ. കോട നല്ല മഞ്ഞായിരുന്നു. പിന്നെ നല്ല സ്പോട്ട് കണ്ടപ്പോൾ റീൽസും ഫോട്ടോസുകളൊക്കെ എടുക്കാനായിട്ട് വീണ്ടും അവിടെ നിർത്തി. കുറച്ച് നേരം എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് ഇങ്ങനെയൊക്കെ നല്ല എൻജോയ് ചെയ്ത് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയതും. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ല കോടയായി. അപ്പോൾ നല്ലൊരു ചൂടുള്ള ചായ കുടിച്ചാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല ചൂട് ചായ വേണ്ടവർക്ക് ചായയും കോഫി വേണ്ടവർക്ക് കോഫിയും പിന്നെ ചൂടുള്ള പഴംപൊരിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ ഓരോന്നൊക്കെ കോടയും പിന്നെ അവിടുത്തെ ആ ഒരു ഇതൊക്കെ കണ്ട് അങ്ങനെ നിന്നിട്ടാണ് കുറച്ച് നേരം. പിന്നെ മക്കളെ ഒന്ന് കാറിൽ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് നേരം അവരെ ഒന്ന് ഫ്രീ ആക്കി അവിടേക്ക് ഒന്ന് നടന്ന് കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയപ്പോൾ ഇതിനിടയിൽ ഓരോ നല്ല സ്ഥലങ്ങൾ കാണുമ്പോഴും ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും അതിങ്ങനെ കാണിക്കാത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ഡാം കാണാൻ പോയി, ആനയിറങ്കൽ ഡാം എന്ന് പറഞ്ഞ ഡാമിലേക്ക് ചെന്ന്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം, അപ്പോഴേക്കും ഒരു സന്ധ്യാവാനായിട്ടാണ്. കുറച്ച് നേരം അവിടെ ഡാമൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസുകളൊക്കെ എടുത്ത്. പിന്നെ അധികം നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തില്ല, കാരണം അപ്പോഴേക്കും നല്ല ഇരുട്ടായി തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് റിസോർട്ടിലേക്കാണ് കേട്ടോ. ഒരുപാട് ഇരുട്ടിയാൽ പിന്നെ അവിടെ കാണാനും ഇതാക്കാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ റിസോർട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ ചെന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി. കുറച്ച് നേരം ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി പാട്ടും ഡാൻസൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ പോയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇന്നത്തെ യാത്രയും ഡാൻസും ഒക്കെ കൂടിയായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും റൂമിൽ കയറി.